നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം റദ്ദാക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഒരു പുതിയൊരു പരാതിക്ക് സ്കോപ്പില്ല. പരാതി ഇനിയെല്ലാം ചീറ്റിപ്പോകുന്ന സാഹചര്യം വന്നപ്പോ ഇനി ഉള്ള ജാമ്യം റദ്ദാക്കി അകത്താക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ഒരു നടപടി. പൊട്ടനൊന്നും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്കീലും. നമ്മൾ ആരെങ്കിലും ചെയ്യും. ഇപ്പൊ ഞാനൊക്കെ കേസുകളിൽ ജാമ്യത്തിലാണ് നിൽക്കുന്നത്. ആ ജാമ്യ വ്യവസ്ഥ ഞാനായിട്ട് ലംഘിക്കുമോ? എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റും? ഞാൻ എത്ര വാർത്തകളാണ് ഒഴിവാക്കി വിടുന്നത്? നമുക്ക് സംസാരിക്കാൻ പറ്റൂല, നിയമം അനുവദിക്കുന്നില്ല. അതൊക്കെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്ക് ജാമ്യം റദ്ദാക്കപ്പെടും. അതുപോലെ ഇത്രയധികം പ്രതിസന്ധിയും പ്രശ്നങ്ങളും നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ആ രണ്ടാമത്തെ പരാതിക്കാരിയെ, രാഹുലിനെതിരെ പരാതി കൊടുത്ത ആ പെണ്ണിനെ നേരിട്ട് വിളിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്ന മലയാളികളുണ്ടല്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അല്ല, അങ്ങനെ രാഹുൽ മാങ്കൂട്ടം വിളിച്ചു എന്ന് കാണിക്കാൻ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് കൊടുക്കാൻ പറ്റും. ഏതെങ്കിലും ഒരു നമ്പറിനെ രാഹുൽ മാങ്കൂട്ടം ഒന്ന് സേവ് ചെയ്തതിന് ശേഷം അതിനോട്ട് കോൾ ചെയ്ത് കഴിഞ്ഞാൽ കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ കൊടുക്കാം, സ്ക്രീൻഷോട്ടൊക്കെ കൊടുക്കാം. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോൺടാക്ട് നമ്പറിൽ നിന്ന് അവരുടെ നമ്പറിലേക്ക് ഒരു കോള് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പോകാൻ സാധ്യത ഇല്ല. ഇത്രയധികം വിഷയത്തിൽ നിൽക്കുമ്പോൾ, രാഹുലിനെ അടപടലം പൂട്ടാൻ വേണ്ടി നിൽക്കുമ്പോൾ 10-18 ദിവസം തട്ടിക്കൊണ്ടുപോയി ജയിലിലടച്ചപ്പോൾ ഇത്രയധികം ഒരു ശത്രു മറുഭാഗത്ത് നിൽക്കുമ്പോൾ അയാൾ എന്താ പൊട്ടനാണ്? ഇങ്ങനെ നേരിട്ട് കോൾ ചെയ്ത് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ട് ജാമ്യം റദ്ദാക്കപ്പെട്ട് വീണ്ടും ജയിലിലേക്ക് പോകാൻ ഇത് ഇങ്ങനെ? ഇത് ജനങ്ങൾക്കൊന്നും ഇത് മനസ്സിലാകുന്നില്ല. മീഡിയകൾ വാർത്ത ചെയ്യുന്നത് രാഹുലിനെതിരെ വീണ്ടും പരാതി വന്നല്ലോ, കോടതിയിൽ എത്തിക്കഴിഞ്ഞല്ലോ. അത് രാഹുൽ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു എന്ന് പറഞ്ഞിട്ട് വക്കീലോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലോ നേരിട്ട് ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഹാജരായി അവരെ കാര്യം പറയും. ഞങ്ങൾ വിളിച്ചിട്ടില്ല, വിളിക്കേണ്ട ആവശ്യമില്ല. അവരത് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന വിഷയമല്ലേ അത്? അവരുടെ ഫോൺ ഹാജരാക്കിയാൽ മതിയല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നമ്പർ എന്താ ആർക്കും അറിയാത്തത്? രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര നമ്പർ ഉണ്ടെന്ന് അറിയില്ല. ഇനി വേറെ ഏതെങ്കിലും നമ്പറിൽ നിന്ന് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോന്നും അറിയില്ലേ പരാതിക്കാരിയെ അറിയില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. ഇനി അറിയാമെങ്കിൽ തന്നെ അയാൾ വിളിക്കൂ? എനിക്ക് തോന്നുന്നില്ല. ഇതൊരു ഗൂഢാലോചനയാണ്. വേറെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാനോ ആളെ വിട്ട് സ്വാധീനിക്കാനോ ഒക്കെ ശ്രമിച്ചു എന്ന് പറഞ്ഞിരുന്നെങ്കിൽ വിശ്വസിക്കാൻ കൊള്ളായിരുന്നു. ഇത് രാഹുൽ മാങ്കൂട്ടം തന്നെ നേരിട്ട് കോൾ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ നുണക്കഥകൾ ഉണ്ടാക്കുന്നവർക്ക് അതങ്ങോട്ട് ഫലിപ്പിക്കാനായിട്ട് കൃത്യമായി ട്രെയിനിങ് കിട്ടുന്നില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. Different angles. Don't forget to subscribe and support this channel.